പഠിക്കാൻ പോകും. എന്താ പറ്റിയടാ? എടാ എനിക്ക് പിന്നെ ഒരു സംശയം. ഇന്നലെ നീ പറഞ്ഞില്ലേ ഭൂമിയിൽ ഒരു ഗ്രഹം വന്നെടുത്തിട്ടാ ചന്ദ്രനുണ്ടായെന്ന്. അപ്പോൾ ഭൂമി എങ്ങനെ ഉണ്ടായി? ഓ ഇവൻ്റെ ഒരു സംശയം ഇതുവരെ തീർന്നില്ലടാ നിൻ്റെ സംശയം. എടാ അതെ, 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി. അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. ആ പൊട്ടിത്തെറിയാണ് ബിഗ് ബാങ് സ്ഫോടനം. ഈ പൊട്ടിത്തെറിയിൽ ചിതറിയ പൊടിപടലങ്ങളും പാറകളും എല്ലാം കൂടെ ഗുരുത്വാകർഷണത്തിൻ്റെ ബലമായിട്ട് കൂടിച്ചേർന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. 4.54 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപഴുത്ത് കിടക്കുകയായിരുന്നു ഭൂമി. ആ സമയത്ത് താപനില 1200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. ഇരുമ്പ് വരെ ഉരുകുന്ന അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും നീരാവിയും രൂപപ്പെട്ടു. ഒരു വിഷാംശമായ അന്തരീക്ഷം, ഒരു പ്രതലം പോലും ഇല്ലാതെ തിളച്ച് മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തിയ എന്ന് പറഞ്ഞ ഗ്രഹം ഭൂമിക്ക് നേരെ വരുന്നത്. കൊള്ളാലോ, ഒരു സിനിമ പോലെ ഇമാജിൻ ചെയ്ത് നമുക്കത് കാണാം. ഈ തിയ ഗ്രഹത്തിന് ഒരു ചൊവ്വ ഗ്രഹത്തിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഒരു ബുള്ളറ്റിനേക്കാൾ 20 മടങ്ങ് സ്പീഡിലാണ് അത് വന്നത്. അങ്ങനെ തിയ ഭൂമിയെ കൂട്ടിയിടിച്ചു. ആ കൂട്ടിയിട്ടിൽ ചിന്നിച്ചിതറിയ പൊടിപടലങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് 1000 വർഷം കൊണ്ട് ഒരു ഗ്രഹം രൂപപ്പെട്ടു. അതാണ് നമ്മുടെ ചന്ദ്രൻ. എടാ, ആ സമയത്ത് ഭൂമിയിൽ സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. 3 മണിക്കൂർ മാത്രമേ ആ സമയത്ത് ഭൂമിയിൽ സൂര്യപ്രകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും ഉൽക്കയായി ഭൂമിയിൽ പതിക്കുന്നത്. മിസൈൽ പോലെ അത് ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി. ഈ ഉൽക്കയിൽ ക്രിസ്റ്റലുകൾ പോലെ ജലകണികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാകാൻ കാരണമുള്ള സുപ്രധാനമായ ഘടകങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ജലാശയങ്ങൾ രൂപം കൊണ്ട് ഭൂമി തണുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഭൂമിയുടെ വേഗം വലിയ വേഗത്തിലായിരുന്നു. ആ സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്തായിരുന്നു. കാലക്രമേണ അകലാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു. അതിനുശേഷം ഭൂമിയിൽ ജലം കൊണ്ട് നിറഞ്ഞു. ആ സമയത്ത് ഉയർന്ന ഭാഗങ്ങളിൽ ലാവ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇതിനിടയിൽ വീണ്ടും ഭൂമിയിൽ ഉൽക്ക വീണു. ഈ ഉൽക്കയിലെ അമിനോ ആസിഡും മിനറൽസും കടലിലേക്കാൻ തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് കടൽ ഒരു കെമിക്കൽ ലായനിയായി മാറി. ഈ രാസവസ്തുക്കളെല്ലാം കൂടി ചേർന്ന് ഭൂമിയിൽ ആദ്യമായി ജീവനുണ്ടായി. അങ്ങനെ ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ ബാക്ടീരിയകളുണ്ടായി. എന്നിട്ട് ഏകകോശ ജീവികൾ അങ്ങനെ രൂപം കൊണ്ടു. ഈ ബാക്ടീരിയ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി. അങ്ങനെ മറ്റൊരു വാതകം രൂപം കൊണ്ടു. അതാണ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടായതോടെ ഏകകോശ ജീവികൾ പരിണാമിച്ച് കരയിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ ജീവൻ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സേവ് എർത്ത്, സേവ് ലൈഫ്. Thanks for watching.